കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്മാർട്ട് റോഡുകളിൽ ഫ്ലെക്സ് വെച്ച് അവകാശവാദം ഉന്നയിച്ച് സംസ്ഥാന മന്ത്രിയും സർക്കാരും. സംസ്ഥാനത്ത് 62 റോഡുകളാണ് സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം വികസിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് മാത്രം 12 റോഡുകൾ. സ്വന്തം നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാൻ ഇല്ലാത്തത് കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത്തരം വില കുറഞ്ഞ PR തന്ത്രവുമായി ജനങ്ങളെ കബളിപ്പിക്കാൻ ഇറങ്ങിയതെന്ന വിമർശനം ശക്തമാണ്. എന്താണ് സംസ്ഥാനത്തെ സ്മാർട്ട് റോഡുകളുടെ സ്ഥിതി? ആരാണ് ഇതിന് പണം മുടക്കിയത്? ഫ്ലെക്സ് വെച്ച് ഉദ്ഘാടനം നടത്തിയാൽ റോഡ് സ്മാർട്ടാകുമോ? ഈ വിഷയമാണ് ജനം TV ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം തിരുവനന്തപുരം മാനവീയം വീഥിയിൽ നിന്നും പ്രതിനിധി വി വിനീഷും, ഒപ്പം അതിഥിയായി കൗൺസിലർ അഡ്വക്കേറ്റ് ഗിരി, അതുപോലെ നേമത്ത് നിന്നും നമ്മുടെ പ്രതിനിധി പ്രജിത് മോഹനൻ, ഒപ്പം അതിഥിയായി കൗൺസിലർ MR ഗോപനും ചേരുന്നു. ഞാൻ ആദ്യം വിനീഷിലേക്ക് പോവുകയാണ്. വിനീഷ്, ഇന്നലെ ആയിരുന്നു തലസ്ഥാനത്തെ 12 സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനം. സ്മാർട്ട് വികസനത്തിന് സ്മാർട്ട് റോഡുകൾ എന്ന രീതിയിലാണ് പ്രചരണം നടത്തിയത്. സ്മാർട്ട് റോഡുകൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. നമുക്കറിയാം 2015 രാജ്യത്തെ 100ഓളം നഗരങ്ങളിലെ റോഡുകൾ അത് വികസിപ്പിക്കുക, അതുപോലെ നഗരങ്ങൾ സൗന്ദര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സ്മാർട്ട് റോഡുകൾ കൊണ്ടുവരുന്നത് എന്നൊക്കെ അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ 2 ജില്ലകളിൽ ഈ സ്മാർട്ട് റോഡുകൾക്ക് അനുമതി നൽകിയത്. 2015 തുടങ്ങിയ പദ്ധതി 2025 10 വർഷമായി. ഇവിടെ നമുക്കറിയാം കൊച്ചിയിലും അതുപോലെ തിരുവനന്തപുരത്തും ഇതിൻ്റെ പ്രവർത്തനം ഇഴഞ്ഞാണ് നീങ്ങിയത്. പക്ഷേ എങ്കിലും സ്മാർട്ട് റോഡുകൾ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു. കേന്ദ്ര പദ്ധതിയായ സ്മാർട്ട് റോഡുകളുടെ പിതൃത്വം ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്കറിയാം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്, അദ്ദേഹം ഈ ദേശീയപാത വികസനത്തിൻ്റെ ക്രെഡിറ്റും അടിച്ചുകൊണ്ട് പോയതാണ്. മുക്കിലും മൂലയിലും എല്ലാം അദ്ദേഹത്തിൻ്റെ ഫ്ലക്സ്, അതുപോലെ അമ്മായിയപ്പനും അതുപോലെ മരുമകനും അവർ ചിരിച്ച് കൊണ്ട് നിൽക്കുന്ന ഫ്ലക്സുകൾ നമുക്ക് ഈ ദേശീയപാതകളിലും കാണാം. ഇപ്പോൾ തിരുവനന്തപുരത്തെ ഈ സ്മാർട്ട് റോഡുകൾ അത് ഞങ്ങളുടെ സൃഷ്ടിയാണ് എന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും പ്രചരിപ്പിക്കുന്നത്. ഇന്നലെ BJPയുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഇത് പൂർണ്ണമായും കേന്ദ്ര പദ്ധതിയാണ് എന്ന് അറിയിക്കേണ്ട ദൗത്യം നമുക്ക് ഉണ്ട്. വിനീഷ്, തിരുവനന്തപുരത്തെ നല്ല റോഡുകൾ കേന്ദ്ര പദ്ധതി ആണ്. നല്ല റോഡുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, സ്മാർട്ട് റോഡുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും അത് കേന്ദ്ര പദ്ധതിയാണെന്ന് പൊതുജനം മനസ്സിലാക്കിയിട്ടുണ്ടോ വിനീഷ്? തീർച്ചയായിട്ടും അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തെ 100 കേന്ദ്രങ്ങൾ, 100 നഗരങ്ങൾ, ആ 100 നഗരങ്ങളിൽ വരുന്ന പദ്ധതി സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന 100 നഗരങ്ങളെ മാറ്റുക എന്ന ലക്ഷ്യമുള്ള പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയാണ് ഇന്നലെ തിരുവനന്തപുരത്ത് യാഥാർത്ഥ്യമായത്. തിരുവനന്തപുരത്ത് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ എടുത്തു പറയേണ്ടത് ഈ പദ്ധതിയുടെ നടത്തിപ്പിൻ്റെ പൂർണ്ണ ചുമതല അല്ലെങ്കിൽ നടത്തിപ്പിൻ്റെ ഫണ്ട് 760 കോടി ദശാംശം 760.1 കോടി രൂപ സംസ്ഥാനത്തിന് ഈ ഒരു പദ്ധതിയുടെ നിർവഹണത്തിനായി കേന്ദ്രമാണ് നൽകിയത്. മറ്റു വിവിധ പദ്ധതികളുടെ ഭാഗമായി സംസ്ഥാന സർക്കാരും ഇതിൽ പണം ചിലവഴിച്ചിട്ടുണ്ട്. പക്ഷേ നേരത്തെ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ എനിക്ക് പുറകിലായി കാണുന്ന ഈ ഒരു ഫ്ലെക്സ് അതിന് ഉദാഹരണമാണ്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ഒപ്പം തന്നെ മരുമകൻ അല്ലെങ്കിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെയും ചിത്രം വച്ച ഞാൻ നിൽക്കുന്നത് ഈ മാനവീയം വീതിയിലെ സ്മാർട്ട് റോഡിലാണ്. ആ സ്മാർട്ട് റോഡ് പരിസരത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സാണ്. ആ ഫ്ലെക്സിലെ വാചകങ്ങൾ നമ്മളൊന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ 14 ജില്ലകളിലായി പൊതുമരാമത്ത് വകുപ്പ് പൂർത്തിയാക്കിയ വിവിധ റോഡുകളുടെയും തിരുവനന്തപുരം നഗരത്തിൽ കേരള റോഡ് ഫണ്ട് ബോർഡ് പൂർത്തീകരിച്ച 12 സ്മാർട്ട് റോഡുകളുടെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നു എന്നാണ് ബോർഡിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുത്തില്ല. പക്ഷേ പൊതുമരാമത്ത് മന്ത്രിയാണ് അവസാനം പരിപാടി ഉദ്ഘാടനം ചെയ്തത്. മുഖ്യമന്ത്രിക്ക് അസുഖമെന്ന് പറഞ്ഞാണ് ഒഴിഞ്ഞു നിന്നത്. നമ്മൾ ആദ്യം പരിശോധിക്കുമ്പോൾ ഈ 14 ജില്ലകളിലായി പൊതുമരാമത്ത് വകുപ്പ് പൂർത്തിയാക്കിയ വിവിധ റോഡുകൾ, ആ റോഡുകൾ ഏതാണ് എന്ന് ഇതുവരെയും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. അതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേന്ദ്ര പദ്ധതികളുടെ വിഹിതം
ഈ 14 ജില്ലകളിൽ പൂർത്തിയാക്കിയ റോഡുകളിൽ ഉണ്ട് എന്നതാണ്. കാരണം പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന എന്ന റോഡ്, ആ റോഡിൻ്റെ പദ്ധതിയുടെ ഉദ്ഘാടനം കേന്ദ്രത്തിൻ്റെ ഫണ്ട് ലഭിച്ച് നടക്കുന്ന റോഡിൻ്റെ നിർമ്മാണമാണ്. പക്ഷേ ഇതിൽ കേരളത്തിൽ പ്രചരണം നടത്തുന്നത് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് പൂർത്തിയാക്കിയതെന്നാണ്. ഏറ്റവും അവസാനം നമ്മൾ പല ഘട്ടങ്ങളിലും ഈ റോഡിൻ്റെയൊക്കെ പണി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇത്തരത്തിലാണ്. റോഡിൻ്റെ പണി പൊതുമരാമത്ത് വകുപ്പാണ് നടത്തിയതിന് ശേഷം ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം ഈ കോൺട്രാക്ടർക്ക് പണം മാറാൻ അല്ലെങ്കിൽ പണം ലഭിക്കാനായി അവസാനം ഇത് ഏത് പദ്ധതി എന്ന് പറയുന്ന ഒരു ശിലാസ്ഥാപനം സ്ഥാപിച്ചുകൊണ്ട് ആ പദ്ധതിയുടെ ഒരു ഫോട്ടോ എടുത്ത് ഏതാണോ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സൈറ്റ് അതിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ ഈ കോൺട്രാക്ടർക്ക് അവസാനം പണം ലഭിക്കുകയുള്ളൂ. കേരളത്തിൽ പൊതുവെ നടക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡെന്ന് കാണിച്ചുകൊണ്ട് അവർ ആദ്യം ആ പദ്ധതി നടപ്പിലാക്കും. എന്നിട്ട് നമ്മുടെ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യും. അതിന് ശേഷം 2 ദിവസം കഴിയുമ്പോൾ ഈ കോൺട്രാക്ടർമാർ കൃത്യമായി ഏത് പദ്ധതിയുടെ ഭാഗമായാണ് റോഡ് നിർമ്മിച്ചതെന്ന് അവിടെ ആ ഒരു ബോർഡ് സ്ഥാപിക്കും. ബോർഡ് സ്ഥാപിച്ച് ഈ ഫോട്ടോ എടുത്ത് പ്രധാനമായും ആ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്ത് പണം കൈപ്പറ്റുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഈ ബോർഡിൻ്റെ രണ്ടാമത്തെ വരിയിലേക്ക് എത്തുമ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ കേരള റോഡ് ഫണ്ട് ബോർഡ് പൂർത്തീകരിച്ച 12 സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനം, ഇതും പച്ചക്കള്ളം എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. കാരണം റോഡ് ഫണ്ട് ബോർഡ് തന്നെയാണ് റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി നടത്തുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റി അതിൻ്റെ ഭാഗമായി കോൺട്രാക്ട് എടുത്തിട്ടുള്ളതുമാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ പറയുന്നത് 760 കോടി രൂപയിലധികം ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി, ഈ റോഡ് നിർമ്മിക്കാനായി. പക്ഷേ ഇതിൻ്റെ ഒരു ചിത്രങ്ങളിലും അല്ലെങ്കിൽ ഈ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഫ്ലെക്സുകളിലും കേന്ദ്ര ഫണ്ടാണ്, കേന്ദ്രത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ് എന്നത് പിണറായി സർക്കാർ പറയുന്നില്ല. കേന്ദ്രത്തിൻ്റെ വിവിധ പദ്ധതികളെ ഇത്തരത്തിൽ അടിച്ചുമാറ്റി സ്വന്തം PR വർക്കിന് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലേത് എന്ന തരത്തിലുള്ള ഒരു നാണക്കേട് നമ്മുടെ സംസ്ഥാനത്തിലെ ജനതകൾക്കുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രചരണമായി അല്ലെങ്കിൽ സർക്കാരിനെതിരെ വലിയ വിമർശനമായി ഉയരുന്നു. സാധാരണക്കാരായ ജനങ്ങൾ പോലും അത് തുറന്നു പറയുന്ന ഘട്ടത്തിലേക്കൊക്കെ എത്തുന്നു.